നോ പറയേണ്ടിടത്ത് നോ തന്നെ പറയണം. ഇത് നമുക്ക് പുതുതായിട്ടുള്ള ഒരു കാര്യമല്ല. മുതിർന്നവരോടുമല്ല ഞാൻ ഈ കാര്യം പറയുന്നത്. നിങ്ങൾ നോ പറയുന്നെങ്കിൽ പറഞ്ഞോളൂ. പക്ഷേ ഇത് പെൺകുട്ടികളോടാണ്. വീട്ടിൽ പെൺമക്കളുണ്ടെങ്കിൽ പ്രത്യേകിച്ച്. ആൺകുട്ടികളോട് നിങ്ങളുടെ സഹോദരിമാരുണ്ടെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കുക. മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക. നമ്മളൊക്കെ ചെറുപ്രായത്തിൽ പ്രേമത്തിലും പ്രണയത്തിലും ഒക്കെ പെട്ടിട്ടുള്ളവരാണ്. പക്ഷേ നമുക്കെവിടെയൊക്കെയോ ഒരു അതിർവരമുണ്ടായിരുന്നു. ഫോണിന്റെ ലഭ്യതയില്ലാത്തതുകൊണ്ടോ വീട്ടുകാരെ പേടിയുള്ളതുകൊണ്ടോ അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഒരു ക്രോസ് ലൈൻ ഉണ്ടായിരുന്നു, ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല. കുട്ടികളുടെ കൈകളിലെല്ലാം ഫോണുണ്ട്, സോഷ്യൽ മീഡിയ ആക്റ്റീവാണ്. വീട്ടുകാരെ അറിയിച്ചും അറിയിക്കാതെയും അവർക്ക് ഏത് രീതിയിലും ഏത് ലെവലിലേക്ക് വരെയും കോണ്ടാക്റ്റ് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഈ പ്രേമത്തിലൊക്കെ പെട്ടുപോകുന്ന കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങുന്ന സമയമാണ്. സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഏറ്റവും ദാരുണമായിരിക്കുന്ന സംഭവങ്ങളും പോലീസ് അധികൃതർ നമ്മളുടെ അറിയിക്കുന്ന റിക്വസ്റ്റാണിത്. കൂടുതൽ കുഞ്ഞുങ്ങളിലേക്ക് ഇത് എത്തിക്കണം. അതായത് നിങ്ങൾ നോ പറയുന്നില്ല, നോ പറയേണ്ടിടത്ത് നോ പറയണം. പ്രണയിക്കുന്ന ആൾ അല്ലെങ്കിൽ ആ ചെക്കൻ അവൻ നമ്മളോട് ചോദിക്കുകയാണ്, പ്രണയത്തിന്റെ ഭാഗമായി നിന്റെ ഒരു ഫോട്ടോ വേണം, അതും ന്യൂഡായിട്ടുള്ള ഫോട്ടോ വേണമെന്ന് ചോദിക്കുമ്പോൾ നോ പറയാൻ അവരെ തടുക്കുന്നത് അവരോടുള്ള അഗാധമായിട്ടുള്ള പ്രണയമാണ്. കൊടുക്കാത്തതിന്റെ പേരിൽ ഒരുപക്ഷെ നാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2 ദിവസം അവൻ പിണങ്ങിയിരുന്നാൽ ആ സ്നേഹം വീണ്ടും തിരിച്ചു കിട്ടുവാനായിട്ട് പെൺകുട്ടികൾ എത്തിച്ചേരുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഒരുപാട് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ കുട്ടികളോട് കൗൺസിലിംഗ് കൊടുക്കുന്നവർ കൗൺസിലിംഗ് കൊടുക്കുന്ന സമയത്തും ചോദിക്കുന്ന സമയത്തുമാണ് ഇത് മനസ്സിലാവുന്നത്. ഇതുകൊണ്ടൊക്കെ കൂടിയാണ് ഫോട്ടോ അയച്ചു കൊടുക്കരുത് എന്ന് പറയുന്നത്. ഒരിക്കലും ചെയ്യരുത്. ഒരുപാട് ഉദാഹരണങ്ങൾ കൗൺസിലിംഗ് കൊടുക്കുന്നവർക്ക് പറഞ്ഞു തരുവാൻ സാധിക്കുന്നത്. എത്രയോ ദൃഢമായിട്ടുള്ള ബന്ധങ്ങൾ, വർഷങ്ങളായിട്ടുള്ള പല ബന്ധങ്ങൾ പോലും നിമിഷങ്ങൾ കൊണ്ടില്ലാതാവുന്ന കാലഘട്ടത്തിലാണ് നാം ഇന്നുള്ളത്. നോ പറയുന്നത് കൊണ്ട് പോകുന്ന ബന്ധം പോകട്ടെ എന്ന് വിചാരിക്കണം. നമുക്കത് വേണ്ടാത്ത ഒരു ബന്ധമായിരിക്കാം. നമ്മളെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് നിർബന്ധിക്കുന്ന എന്തു തന്നെയാണെങ്കിലും, നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ബാധിക്കുന്ന എന്തു തന്നെ കാര്യത്തിലും നോ പറയുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. പ്രിയപ്പെട്ട പെൺകുട്ടികളോട് മാത്രമാണ് എനിക്കിത് ഷെയർ ചെയ്യാനുള്ളത്. ഇനി അത്തരത്തിലുള്ള വാർത്ത നമ്മളിലേക്ക് എത്താതിരിക്കട്ടെ, എത്തിപ്പെടാതിരിക്കട്ടെ. നിങ്ങൾ സേഫായിരിക്കുക, നിങ്ങൾ ഹാപ്പി ആയിരിക്കുക. ഒരാളോട് നോ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ സന്തോഷം ഒരിക്കലും കെട്ടുപോവില്ല. നിങ്ങൾക്ക് സന്തോഷമായിരിക്കുവാൻ സാധിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കി അതിൽ വരുന്ന കാര്യം നമുക്ക് നോക്കാം. സ്റ്റേ ഹാപ്പി.